ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കുന്നത്: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക, കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുകയും. കർത്താവിൻ്റെ വേല അത് ദൈവദാസന്മാർക്കോ ദൈവദാസിമാർക്കോ മാത്രമുള്ളതല്ല എന്നാദ്യം നാം തിരിച്ചറിയണം. ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ വേല എന്നുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുവാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉറപ്പിനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങളെ കുലുക്കിക്കളയത്തക്കവണ്ണമുള്ള സംഭവങ്ങളോ പ്രതികൂലങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം കർത്താവിൽ ആശ്രയിച്ച് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമാകണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിയണം. വാത്സല്യ ദൈവദാസനെ, വാത്സല്യ ദൈവദാസിയെ, നിങ്ങളുടെ ശുശ്രൂഷ കർത്താവിൽ വ്യർത്ഥമല്ല. കുത്തുവാക്കുകൾ കണ്ട് നീ ഭാരപ്പെടണ്ട. മറ്റുള്ളവരുടെ പരിഹാസ ശരങ്ങൾ ഏറ്റ് നിന്റെ ശുശ്രൂഷയിൽ നീ കുറഞ്ഞു പോകണ്ട. നിന്റെ ശുശ്രൂഷയ്ക്ക് അതൊരു ചവിട്ടുപടിയായി മാറട്ടെ. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിന്റെ ശുശ്രൂഷയ്ക്ക് ഉയരങ്ങളിലേക്കുള്ള പടികളായി മാറട്ടെ. കുത്തുവാക്കുകൾ കേട്ടവരും പരിഹാസങ്ങൾ ഏറ്റവരുമായ ആയിരങ്ങളെ ഉയർത്തിയ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാരം സാധാരണ മറ്റുള്ളവരോട് പറയാൻ കഴിയുകയില്ല. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ അറിയുന്നുണ്ട്. ദൈവം നിങ്ങളുടെ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആയതിനാൽ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിയുക. നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ മറ്റൊരാൾക്ക് കൈത്താങ്ങലായി തീരുന്നത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, ഒരു ബലഹീനതയിലായിരിക്കുന്നവന് ഒരു കൈത്താങ്ങൽ കൊടുക്കുന്നത്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിയണം. അത് വ്യർത്ഥമല്ല എന്നറിയുകയും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകണമെന്നാണ് യഥാർത്ഥമായും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറപ്പിക്കുവാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കഷ്ടതയുടെ കയത്തിലും കണ്ടെത്തിയ വിശ്വാസത്തെയും ശുശ്രൂഷയെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീ സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറായാൽ ആരും കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാനിടയായിത്തീരും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ചെങ്കടലിൻ്റെ അടിത്തട്ടിലെ വഴി ആരുടെ കണ്ണിനും കാണാൻ കഴിഞ്ഞില്ല. യോർദാൻ്റെ അടിത്തട്ടിലെ വഴി ഒരു മാനുഷിക കണ്ണുകളും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ തക്ക സമയമായപ്പോൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെങ്കടലിനെ വിഭാഗിക്കുകയും യോർദാനെ വിഭാഗിക്കുകയും ഒക്കെ ചെയ്ത് ദൈവജനം മറുകര കടക്കത്തക്ക വിധത്തിൽ അവർക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിൽ സ്വർഗത്തിൽ ദൈവം തുറന്നെങ്കിൽ, ഈ കാലഘട്ടത്തിലെ സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്നത്തെ മാനസിക സംഘർഷത്തിന് അയവ് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിന്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നിർവഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഈ പ്രഭാതത്തിൽ ഈ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുക. എന്നാൽ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായി. സർവശക്തനായ ദൈവത്തിൻ്റെ കരം
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, അനുഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുതായി പോയിട്ടില്ല. ആയതിനാൽ കുറുകായി പോകാത്ത ദൈവത്തിൻ്റെ കരം നിന്റെ നേരെ നീട്ടി നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നീ ഉള്ളത് കുഞ്ഞേ. ആയതിനാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിന്റെ കഷ്ടതയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്നത്തെ നിന്റെ കണ്ണുനീരിൻ്റെ വിഷയത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ആയതിനാൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ദൈവജനത്തിൻ്റെ ശ്രോതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വിവിധ ആവശ്യങ്ങളുമായി, വിവിധ ഭാരങ്ങളുമായി, കടഭാരങ്ങളുമായി, രോഗവും ശാരീരിക അസ്വസ്ഥതകളുമായി അങ്ങയുടെ വാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ആഗ്രഹത്തോടെ കടന്നു വരുന്നവരെ ദൈവം മാനിക്കണമേ. ആവശ്യബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ ഭൃത്യനെന്നുള്ള അധികാരത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക നന്മ കൊണ്ട് ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്കണം. ദൈവിക നന്മകൾ പകരണം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.